ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. പാലക്കാട് ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് കൃഷ്ണകുമാർ ജയിക്കും. കാരണം പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ബി.ജെ.പിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ 10-17 വർഷമായി അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുള്ള വലിയ പരിചയം കൃഷ്ണകുമാറിനുണ്ട്. പാലക്കാട് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യവും സ്ഥാനാർത്ഥിയുടെ മികവും ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് ഇപ്രാവശ്യം ജയിക്കാൻ സാധിക്കുമെന്നുള്ള 100% ആത്മവിശ്വാസം ഈ പ്രാവശ്യം ഞങ്ങൾക്കുണ്ട്. അഭ്യൂഹങ്ങളിൽ ആരും പോയിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഒരു സംസ്ഥാന സമിതി അംഗത്തിന്റെ കുറവുണ്ട്. 180 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് ബി.ജെ.പിക്കുള്ളത്. സന്ദീപ് വാര്യർ പോയപ്പോൾ ഒരംഗത്തിന്റെ കുറവുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ വിടവ് ഞങ്ങൾ നികത്തി ഒരാളെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്യും. ബി.ജെ.പിയിൽ ഏതെങ്കിലും ഒരാൾ പോകുന്നതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവാറില്ലല്ലോ. ബി.ജെ.പി ഏതെങ്കിലും നേതാക്കന്മാരെ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത കൊണ്ട് അയാൾ പോയാൽ അയാൾ പോയി. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പിന്തുണ പോലും ഈ കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങള് മുസ്ലിം ലീഗിനെ കുറിച്ചും പാണക്കാട് തങ്ങളെ കുറിച്ചും സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊന്നും എടുത്തു നോക്കിയാൽ മതി. ആ അഭിപ്രായങ്ങൾ മാറ്റാൻ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല നിലപാടുണ്ട്. അത് ഒരു സാമുദായിക പാർട്ടിയാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ UDF-നകത്ത് പ്രവർത്തിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തോട് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ സത്യത്തിൽ UDF-നെ നിയന്ത്രിക്കുന്നത് കെ. സുധാകരനും വി.ഡി. സതീശനുമാണോ അതോ പാണക്കാട് തങ്ങളാണോ UDF-നെ നിയന്ത്രിക്കുന്നതെന്ന ചോദ്യത്തിലാണ് ഇനി ഉത്തരമുണ്ടാവേണ്ടത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനെയും അനുഗ്രഹം മാത്രം പോരാ. കോൺഗ്രസ് നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് ഇപ്പൊ സന്ദീപ് വാര്യരിലൂടെ കേരളത്തിന് ബോധ്യമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെയാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDF-ന്റെ ബന്ധത്തെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്താ അവകാശമുള്ളത്? മുഖ്യമന്ത്രിയും CPM നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയായിരുന്നു. ഈ പ്രാവശ്യം UDF കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. രണ്ടുപേരും UDF-ഉം LDF-ഉം തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും വാങ്ങിയിട്ടുണ്ട്, SDPയുടെ പിന്തുണയും വാങ്ങിയിട്ടുണ്ട്. ഇവർക്കാർക്കും ഈ സംഘടനകളെ കുറിച്ച് പറയാൻ ഒരു അവകാശവുമില്ല. സന്ദീപ് വാര്യർ പോകുന്നതിന് മുമ്പ് CPM നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതാണ്. ചോദ്യം വന്നു, ഈ ജേക്കബ് എന്ന പാർട്ടിയിൽ എങ്ങനെ ചേരുമെന്ന് ചോദ്യം വന്നപ്പോൾ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം സന്ദീപ് എടുത്തതെന്നാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത്. ആര് ചോദിച്ചു? മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. എനിക്കറിയില്ല. സന്ദീപ് വാര്യരുമായിട്ട് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ എന്തു പറഞ്ഞിട്ടാണ് വിലപേശിയത്? അത് രാഷ്ട്രീയമാണോ പെട്ടികളാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ അവര് പറയേണ്ടതാണ്. ഏതായാലും വിലപേശൽ നടത്തിയിട്ടാണ് ഒരു പാർട്ടി തെരഞ്ഞെടുത്തത് എന്ന് അപബോധ്യമായല്ലോ. നാം ഒരു രാഷ്ട്രീയം സ്വീകരിക്കേണ്ടത് വിലപേശൽ നടത്തിയിട്ടാണോ? രാഷ്ട്രീയം എന്നുള്ളത് നിലപാടിന്റെ ഭാഗമാണ്, ആശയത്തിന്റെ ഭാഗമാണ്. അത് രണ്ടു കൂട്ടരുമായിട്ടും വിലപേശി ഏത് ത്രാസിനാണ് തൂക്കം കൂടുക എന്ന് നോക്കിയിട്ടാണ് ഒരു പാർട്ടി സ്വീകരിക്കുക. അദ്ദേഹം അങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ല, ഇപ്പൊ സന്ദീപ് വാര്യർ വിമർശിക്കുന്നത് കെ. സുരേന്ദ്രനെ അല്ലല്ലോ, നരേന്ദ്രമോദിയാണല്ലോ. 27-ാം തീയതി രാത്രി വരെ നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞ മനുഷ്യന് നേരം ഇരുട്ടി വെളുക്കുമ്പോ എങ്ങനെയാണ് മോഡി വിരുദ്ധനായത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയാൻ അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ട് വേണം. അത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാനതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ഏതായാലും ഇപ്പൊ നരേന്ദ്രമോദിക്കും BJP കേന്ദ്ര നേതൃത്വത്തിനും എതിരായിട്ടാണല്ലോ അദ്ദേഹം നിലപാട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് മിനിയാണ് എന്ന് പറഞ്ഞാൽ 16-ാം തീയതിയാണ് അദ്ദേഹം കോൺഗ്രസ്. 26-ാം തീയതി അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റ് ഉണ്ട്.
അത് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി നിങ്ങളുടെ ഫയൽ ഉണ്ടാവും നോക്കൂ. 26-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള 10-15 ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്ത് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടായത്? എന്താണ് പുതിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്? എന്താണ് പുതിയ വെറുപ്പുണ്ടായത്? അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പോ നമ്മുടെ നിലപാടുകൾക്ക് വ്യക്തത ഉണ്ടാവണം. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നില്ല എന്നല്ലേ? ഒരു വേദിയിൽ പോയി പാർട്ടിയുടെ നിലപാട് പറയുക എന്ന് പറയുന്നത് എനിക്ക് കൂടി ബോധ്യമുള്ള നിലപാടല്ലേ ഞാൻ പറയുക. അപ്പൊ അദ്ദേഹം ഇതേവരെ പറഞ്ഞത് അദ്ദേഹത്തിന് ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ്. സ്വയം ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ പറയുക ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പറ്റിയ പദപ്രയോഗമുണ്ട്. എന്റെ ഒരു നിലവാരം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ആ പദപ്രയോഗം പറയുന്നില്ല.